ഹായ് ഗൈസ്, ഞാൻ ഈ ആഴ്ച നിഫ്റ്റിയിലുള്ള എക്സ്പയറിയിൽ എടുത്തിട്ടുള്ള ഒരു ട്രേഡാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ എടുത്ത ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സ്ട്രാങ്കിൾ ആണ്. എപ്പോഴും ഞാൻ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാറുള്ളത് എക്സ്പയറി ബേസ്ഡ് ആയിട്ടാണ്. സോ എക്സ്പയറി ആവുന്നതോട് കൂടിയിട്ട് മാക്സിമം പ്രോഫിറ്റ് എടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലോട് കൂടിയിട്ടാണ് പലപ്പോഴും ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നത് നിഫ്റ്റിയുടെ എക്സ്പയറി, നമുക്ക് എല്ലാവർക്കും അറിയാം നിഫ്റ്റിയുടെ എക്സ്പയറി എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ട്യൂസ്ഡേ നിഫ്റ്റിയുടെ എക്സ്പയറി കഴിഞ്ഞിട്ട് ആ എൻഡ് തന്നെ ട്യൂസ്ഡേ ഈവനിങ് തന്നെയാണ് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ട്യൂസ്ഡേ ഈവനിങ് ഒരു 3:20 3:25 സമയത്തൊക്കെ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. സോ എൻ്റെ എൻട്രി ടൈം ഇതാണ്. നിഫ്റ്റിയുടെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഞാൻ എങ്ങനെ ചൊവ്വാഴ്ച ട്രേഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ദെൻ വീക്കെൻഡ് കൂടെ കഴിഞ്ഞിട്ട് മൺഡേ, തേഴ്സ്ഡേ അഗെയിൻ അടുത്ത എക്സ്പയറി. സോ മാക്സിമം ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ്പയറിയുടെ ആവുന്നതോട് കൂടിയിട്ട് മാക്സിമം പ്രോഫിറ്റ് എടുത്ത് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ സെല്ല് ചെയ്തത് 24,600 കോൾ ഓപ്ഷൻ ദാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 24,600 കോൾ ഓപ്ഷൻ അറൗണ്ട് ഒരു 10 രൂപ പ്രീമിയം ഉണ്ടായിരുന്നു. 10 രൂപക്ക് സെല്ല് ചെയ്തു. അതേപോലെ തന്നെ 22,100 പുട്ട് ഓപ്ഷനും ഒരു 10 രൂപ പ്രീമിയം ഉണ്ടായിരുന്നു. സോ അതും സെല്ല് ചെയ്തു. സോ ഇനി എന്താ ചെയ്യാനുള്ളത്? ഇവിടെ നിങ്ങൾക്ക് ഒരു ലൈന് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ലൈൻ. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്? ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ഹൈലി ട്രെൻഡിങ് ആയിട്ട് രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യില്ല. ഒരു കൺസോൾട്ടേഷൻ മൂഡിലേക്ക് ഇങ്ങനെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ വ്യൂ തെറ്റി മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഹൈലി ട്രെൻഡിങ് ആയിട്ട് പോയാൽ, ഫോർ എക്സാമ്പിൾ അപ്സൈഡിലേക്ക് ഹൈലി ട്രെൻഡിങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൽ ടച്ച് ആകുമ്പോഴേക്കും എൻ്റെ കോളിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായേക്കാം. അതല്ല, ഇനി മാർക്കറ്റ് താഴേക്കാണ് വരുന്നത്, മാർക്കറ്റ് ഹൈലി ബെയറിഷ് ആയിട്ട് താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലൈനിൽ ടച്ച് ആകുമ്പോൾ എൻ്റെ പുട്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അപ്പോൾ ഒരു ഹൈലി ട്രെൻഡിങ് ആവാതെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മൂഡിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അങ്ങനെ വരാനാണ് നമുക്ക് സാധ്യത കൂടുതൽ. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ദിവസം ചിലപ്പോൾ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു, അടുത്ത ദിവസം അല്പം കുറച്ചും കൂടെ ഹയർ റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്തു, അടുത്ത ദിവസം കുറച്ചും കൂടെ ഹയർ റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്തു. ദെൻ അടുത്ത ദിവസങ്ങളിൽ ഈവൻ ട്രെൻഡിങ് ആയിട്ട് പോയാൽ പോലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ലൈനിലേക്ക് വരില്ല. അതായത് നമ്മൾ ഇങ്ങനെ ട്രേഡിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഹൈലി വിന്നിങ് റേറ്റോട് കൂടിയിട്ട് നമുക്ക് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. ദെൻ അതുപോലെ ഇങ്ങനൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്താൽ കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ പുറത്തൊരു 0.8 മുതൽ ഒരു 1% വരെയുള്ള പ്രോഫിറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 0.8 മുതൽ 1% വരെയുള്ള പ്രോഫിറ്റ് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ പുറത്ത് വളരെ മിനിമൽ എഫേർട്ടിൽ നമുക്ക് ഈ ഒരു ട്രേഡിലൂടെ എടുക്കാനായിട്ട് പറ്റും. ദെൻ ഫോളോ ചെയ്യുന്ന റിസ്ക് റിവാർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ റിസ്കിനനുസരിച്ചിട്ട് വേണ്ട റിസ്ക് റിവാർഡ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. മിനിമം 0:1 മുതൽ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം 1:2 റിസ്ക് റിവാർഡ് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ 1:1 റിസ്ക് റിവാർഡ് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ റിസ്ക് റിവാർഡിനെ നമ്മുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് 0:1 ആവുന്നത്? ഒരിക്കലും നമ്മൾ റിസ്ക് എടുക്കുന്നേ ഇല്ല. എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് മാത്രം, അല്ലെങ്കിൽ ട്രേഡ് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ 0 ലോസിൽ എങ്ങനെ നമുക്ക് ട്രേഡ് അവസാനിപ്പിക്കാം? ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വന്നു, മേ ബി നമ്മുടെ പുട്ടിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, പുട്ടിൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്യും. ആ ലോസിനെ നമ്മൾ കോളിലുള്ള പ്രോഫിറ്റായിട്ട് കവർ ചെയ്യും. അങ്ങനെ 0 ലോസിൽ നമ്മൾ ട്രേഡ് അവസാനിപ്പിക്കും. ഓക്കെ, ഇനി അതെല്ലാം മൾട്ടിപ്പിൾ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നതുകൊണ്ട് കൂടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എമൗണ്ട് കൂട്ടി കൊടുക്കുന്നതോട് കൂടിയിട്ടൊക്കെ നമുക്ക് മോശമല്ലാത്ത റിസ്ക് റിവാർഡ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നല്ല സക്സസ് റേറ്റും മോശമല്ലാത്ത റിസ്ക് റിവാർഡും നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ എൻ്റർ ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രേഡിലേക്ക് എൻ്റർ ചെയ്തിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ദെൻ അതിനുശേഷം മാർക്കറ്റ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ മൂവ് ചെയ്തു. ഇപ്പോൾ ട്യൂസ്ഡേ കഴിഞ്ഞിട്ട് വെനസ്ഡേ ട്രേഡ് ചെയ്ത് അവസാനിച്ചു. ദെൻ ട്യൂസ്ഡേ കുറച്ച് ട്രെൻഡിങ് ഒക്കെ ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ വ്യൂ വെച്ചിട്ട് മാർക്കറ്റ് കൺസോൾട്ടേഷൻ മൂഡിൽ തന്നെ ആയിരുന്നു. ദെൻ അതിനുശേഷം ഇപ്പോൾ ഫ്രൈഡേ മാർക്കറ്റ് അവസാനിച്ച് വീക്കെൻഡും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ്. അങ്ങനെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങും കൂടെ കഴിഞ്ഞ് ദെൻ അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു സമയത്ത് എത്തുന്നതോട് കൂടിയിട്ട് തന്നെ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. 10 രൂപക്ക് സെല്ല് ചെയ്ത പ്രീമിയം വില കുറഞ്ഞ് 50 പൈസ 60 പൈസ 40 പൈസയിലൊക്കെ എത്തിയിട്ടുണ്ടാവും. സോ അങ്ങനെ നമുക്ക് ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം പ്രോഫിറ്റ് ട്രേഡിൽ നിന്ന് എടുത്ത് മാറാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നത് കൃത്യമായിട്ട് പൊസിഷൻ സൈസ് നമ്മുടെ എൻ്റർ ക്യാപിറ്റൽ കൊണ്ടുപോയിട്ട് ഇതിൽ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതല്ല. ടോട്ടൽ നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റലിൽ എത്ര നിഫ്റ്റിയിൽ ഡിപ്ലോയ് ചെയ്യണം, എത്ര സെൻസെക്സിൽ ഡിപ്ലോയ് ചെയ്യണം, എത്രയായിരിക്കണം നമ്മുടെ റിസ്ക് റിവാർഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രീ പ്ലാൻഡ് ചെയ്തിട്ട് ആ പ്ലാനാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്കും ഇതുപോലെ ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ട്
ക്യാപിറ്റലിൻ്റെ പുറത്ത് നിങ്ങളുടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പ്ലഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു സംതിങ് എക്സ്ട്രാ ഇൻകൊക്കെ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതല്ല ഇനി നിങ്ങൾക്ക് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഫ്രം ബേസിക് മുതൽ കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ എൻട്രി ഫിന്നക്കാദവിയുടെ ട്രേഡിംഗ് കോഴ്സസുകൾ അവൈലബിൾ ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസുകൾ അവൈലബിൾ ആണ്. സോ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു എക്സ്പയറി ആയിട്ട് അടുത്തൊരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.